Dear friends, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോമീറ്റർ എന്ന ഒരു പ്രിസിഷൻ ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുന്ന മറ്റൊരു പ്രിസിഷൻ ഇൻസ്ട്രുമെന്റാണ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റാണ് നമ്മുടെ വെർനിയർ കാലിപ്പർ. ഒട്ടുമിക്ക സന്ദർഭങ്ങളിലും മൈക്രോമീറ്ററിനേക്കാൾ കൂടുതൽ സന്ദർഭങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റാണ് വെർനിയർ കാലിപ്പർ. ഈ വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ ഈ ഉപകരണം കൊണ്ട് അളക്കാവുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായിട്ട് അളക്കാൻ പറ്റുന്ന അളവ് എന്ന് പറയുന്നത് 0.02 mm ആണ്. അതായത് 1 mm-ന്റെ 50% വരെ സൂക്ഷ്മതയോടുകൂടി നമുക്ക് ഈ ഉപകരണം കൊണ്ട് അളക്കാൻ പറ്റും. നമുക്കിതിൻ്റെ ഭാഗങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇത് മെയിൻ സ്കെയിൽ ആണ് ഈ കാണുന്നത്. ഈ ബീമിനെ മെയിൻ സ്കെയിൽ എന്ന് പറയാം. ആ മെയിൻ സ്കെയിലിന് മേൽ കൂടെ സ്ലൈഡ് ചെയ്യുന്ന ഒരു വെർനിയർ സ്കെയിൽ. ഇത് ആ ബീമിൽ അല്ലെങ്കിൽ മെയിൻ സ്കെയിലിൻ്റെ ടിപ്പിൽ കൊടുക്കുന്ന ഫിക്സഡ് ജോ. ഇത് മൂവബിൾ ജോ. ഈ ജോകൾക്ക് പാരലായിട്ട് മറ്റു 2 ചെറിയ ലിമ്പുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഇന്റേണൽ ഡയമീറ്ററുകൾ അളക്കുന്നതിന് വേണ്ടിയുള്ള, ഇപ്പോൾ ഹോളിൻ്റെയൊക്കെ ഇന്റേണൽ മെഷർമെൻ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്, ജോസാണ്. ഇനി ഈ വെർനിയർ സ്കെയിലിൻ്റെ മുകളിൽ ഒരു സ്ക്രൂ കാണാൻ പറ്റും. അളവുകൾ എടുത്തതിന് ശേഷം നമുക്ക് ഈ സ്കെയിലിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊടുത്തിരിക്കുന്ന സ്ക്രൂ. ചില വെർനിയർ കാലിപ്പറുകളിൽ ഇവിടെ ഒരു സ്ക്രൂ ഇങ്ങനെ തിരിക്കാനായിട്ട് സാധിക്കുന്ന വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫൈൻ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ആണ്. കാരണം നമുക്ക് ഈ ഗ്രാജുവേഷൻസിനെ കൃത്യമായ രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഫൈൻ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ചില വെർനിയർ കാലിപ്പറിൽ കൊടുക്കാറുണ്ട്. ഇവിടെ അത് ഇല്ലാത്ത രീതിയിലുള്ള ഒരു മോഡലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെർനിയർ കാലിപ്പറിൻ്റെ പാർട്സുകൾ മനസ്സിലായി. ഇനി ഇവിടുത്തെ റീഡിങ് നോക്കുക. ഈ റീഡിങ് താഴെയുള്ള ഈ മെയിൻ സ്കെയിൽ റീഡിങ് അളവുകൾ, മുകളിൽ ഇഞ്ച് അളവിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇഞ്ച് അളവിൽ 0.001 ഇഞ്ചാണ് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ടെങ്കിൽ mm-ൽ 0.02 mm ആണ് ലീസ്റ്റ് കൗണ്ട്. നമുക്ക് ഇത് എങ്ങനെയാണ് ഈ ഉപകരണം ഉപയോഗിച്ച് സൂക്ഷ്മതയോടെ അളവുകൾ എടുക്കുന്നതെന്ന് നോക്കാം. അതിക്ക് മുമ്പായി ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.02 mm എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത്. നോക്കുക, ഈ ജോ ഇങ്ങനെ കോയിൻസൈഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ വെർനിയർ സ്കെയിലിൻ്റെ 50 ഡിവിഷൻ, ഈ വെർനിയർ സ്കെയിലിൽ 50 ഡിവിഷനുകളാണ് കാണുന്നത്. അതായത് ഓരോ 5 ഡിവിഷനുകളും 1, 2, 3, 4 എന്ന് മാർക്ക് ചെയ്ത് ആകെ 10 ഡിവിഷനുണ്ട്. ആ 10 ഡിവിഷൻ 10 × 5 എന്ന് പറയുമ്പോൾ 50 ഡിവിഷനുകളാണ് ആകെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വെർനിയർ സ്കെയിലിലെ 50 ഡിവിഷനുകൾ മെയിൻ സ്കെയിലിലെ 49 mm എടുത്തിട്ടാണ് 50 ആക്കി വെർനിയർ സ്കെയിലിൽ ഭാഗിച്ചിരിക്കുന്നത്. അതായത് 50 വെർനിയർ സ്കെയിൽ ഡിവിഷൻ്റെ അളവ് എന്ന് പറയുന്നത് 49 mm ആണ്. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നോക്കുക, 49 mm മെയിൻ സ്കെയിലിൽ നിന്ന്
എടുത്തിട്ടാണ് വെർനിയർ സ്കെയിലില് 50 ഡിവിഷൻ ആക്കിയിരിക്കുന്നത്. നോക്കുക, 50 ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഒരു MM-നേക്കാൾ കുറവായിരിക്കും ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷന്റെ അളവ്. അതായത് നമ്മൾ വളരെ വിശാലമായിട്ട് നോക്കുകയാണെങ്കിൽ, അല്പം കൂടെ വലുപ്പത്തിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നോക്കൂ, ഇത് മെയിൻ സ്കെയിൽ ഡിവിഷനുകളാണ് എങ്കിൽ വെർനിയർ സ്കെയിൽ ഡിവിഷൻ അല്പം കുറവായിരിക്കും. മെയിൻ സ്കെയിൽ, അതായത് 1 MM-നേക്കാൾ അല്പം കുറവായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഓരോ മെയിൻ സ്കെയിൽ ഡിവിഷനും അതിന്റെ സമാനമായ അളവിലുള്ള എണ്ണത്തിലുള്ള വെർനിയർ സ്കെയിൽ ഡിവിഷനുകൾ, ഗ്രാജുവേഷനുകൾ അല്പം മാറി 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 വരുന്നത് കാണാം. നമുക്ക് വീണ്ടും പരിശോധിക്കാം. 50 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ് 49 ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ. അതായത് 50 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഈക്വൽ ടു 49 mm. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 1 mm ആണ്. അപ്പോൾ 49 mm. സോ അതായത് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷന്റെ അളവ് എന്ന് പറയുന്നത് 49 mm ഡിവൈഡഡ് ബൈ 50, that is equal to 0.98 mm. അതായത് ഈ അളവ് 0.98 mm ആണ്. ഇത് 1 mm ആണ്. മനസ്സിലായല്ലോ? അപ്പോ ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ ഒന്നാമത്തെ മെയിൻ സ്കെയിൽ ഡിവിഷൻ, അതും ആ ഗ്രാജുവേഷനും ഒന്നാമത്തെ വെർനിയർ സ്കെയിൽ ഡിവിഷനും തമ്മിലുള്ള ഈ ഡിഫറൻസ് എത്രയായിരിക്കും? അതായത് 1 minus 0.98, that is equal to 1 mm minus 0.98 mm equal to 0.02 mm. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.02 mm. ഇനി നോക്കൂ, അടുത്തത് പരിശോധിക്കൂ. അടുത്ത രണ്ടാമത്തെ വെർനിയർ ഡിവിഷൻ മെയിൻ സ്കെയിൽ ഡിവിഷനായി നേർക്ക് വരണമെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ വെർനിയർ സ്കെയിൽ ഡിവിഷൻ മെയിൻ സ്കെയിൽ ഡിവിഷനായി നേരെ വരണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ വെർനിയർ സ്ലൈഡ് എത്ര മൂവ് ചെയ്യണം? അതായത് ഈ ജോ എത്ര അങ്ങോട്ട് മൂവ് ചെയ്യണം? അത് 2 into 0.02, that is equal to 0.04 mm ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അതായത് ഇവിടെ ഈ ഡിസ്റ്റൻസ് 0.04 mm ആണ്. ഇനി വീണ്ടും നമുക്ക് പരിശോധിക്കാം. തേർഡ് വെർനിയർ സ്കെയിൽ ആണ്, ആ ഗ്രാജുവേഷൻ ആണ് നേർക്ക് നേരെ മെയിൻ സ്കെയിൽ ഡിവിഷൻ ആയിട്ട് വന്നിട്ടുള്ളതെങ്കിൽ ഈ ജോ എത്ര അങ്ങോട്ട് സൈഡ് ചെയ്തിട്ടുണ്ടാകണം? എത്ര സൈഡ് ചെയ്താലേ ഈ ലൈൻ ഇതിന് നേർക്ക് നേരെ വരികയുള്ളൂ? ദാറ്റ് ഈസ് ഈക്വൽ ടു
3 into 0.02 mm, that is equal to 0.06 mm. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നാലാമത്തെ ഡിവിഷൻ പോയിന്റ് സൈഡ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ that is equal to 4 into 0.402, that is equal to 0.082. ഇങ്ങനെ ഓരോന്ന് ഇപ്പൊ 15ാമത്തെ ഡിവിഷനാണ് ഈ പോയിന്റ് സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ that is equal to 15 into 0.02 mm, that is equal to 0.3 mm എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഷീറ്റിന്റെ തിക്നെസ് എത്രയാണ് എന്ന് നമുക്ക് 0.02 mm ആക്യുറസിയിൽ നമ്മൾ അളക്കാൻ പോവുകയാണ്. നോക്കുക, ഇതാണ് നമ്മൾ അളവെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷീറ്റ്. ഇത് നമ്മൾ ഈ സ്ക്രൂ ലൂസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പയ്യെ ഇങ്ങനെ നമ്മൾ നോക്കുക, വലത് കയ്യിൽ നമ്മൾ വെർനിയർ പിടിക്കുന്നു, അളവെടുക്കേണ്ട നമ്മളിങ്ങനെ പിടിച്ച് കൊണ്ടുവരുന്നു. ഇത് നമുക്ക് ഇങ്ങനെ നമുക്ക് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, ഇപ്പോൾ 1 mm ഇല്ല. 1 mm ഈ ഷീറ്റിന് തിക്നെസ് ഇല്ല. എത്രാമത്തെ വെർനിയർ സ്കെയിൽ ഡിവിഷനാണ് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത് നോക്കൂ. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് 1, 2, 3, 4 എന്ന് പറയുമ്പോൾ 5, 10, 15, 20, 24ാമത്തെ ഡിവിഷനാണ് മെയിൻ സ്കെയിൽ ഡിവിഷനുമായി കോയിൻസൈഡ് വന്നിരിക്കുന്നത്. അതായത് 24 ഡിവിഷൻ ഇങ്ങോട്ട് മാറത്തക്ക രീതിയിൽ ഈ ഗ്യാപ്പ് ഈ ജോയിലുണ്ടായിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എത്രയാണ് അതിൻ്റെ അളവ്. അപ്പോൾ thickness of sheet സാധാരണഗതിയിൽ thickness of sheet അല്ലെങ്കിൽ thickness of object നമ്മൾ പരിശോധിക്കുന്നത് മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയുണ്ട്, നമ്പർ ഓഫ് മെയിൻ സ്കെയിൽ ഡിവിഷൻ പ്ലസ് നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻടു ലീസ്റ്റ് കൗണ്ട്. ഇവിടെ മെയിൻ സ്കെയിൽ ഡിവിഷൻ ഇല്ല, 1 mm എത്തിയിട്ടില്ല, 1 mm താഴെയുള്ളൂ. അപ്പോ മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് MSD എന്ന് പറയുന്നത് 0 ആണ്. വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ 24 എന്നുള്ളത്. അപ്പോ thickness of sheet equal to 0 plus 24 into 0.02 equal to 0.48 mm ആണ്. ഈ ഷീറ്റിന്റെ തിക്നെസ് 0.48 mm ആണ്. ഇങ്ങനെ നമുക്ക് എത്ര വലിപ്പത്തിലുള്ള ഏകദേശം നമുക്ക് ഈ മെയിൻ സ്കെയിലിന്റെ ലെങ്ത്തിന് ആനുപാതികമായി ഓരോ ഒബ്ജക്റ്റിൻ്റെയും അളവുകൾ 0.02 mm ആക്യുറസിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഹോളുകളുടെയും അല്ലെങ്കിൽ റീസസുകളുടെയും അളവുകൾ നമുക്ക് ഇതേ സൂക്ഷ്മതയോടുകൂടി ഈ ഇന്നർ ജോസ് ഉപയോഗിച്ച് നമുക്ക് എടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ഡെപ്ത് നമുക്ക് ഈ ഭാഗം ഉപയോഗിച്ച് ഈ ഡെപ്ത് ഗേജ് ഉപയോഗിച്ച് നമുക്ക് ഇപ്പോൾ ഒരു ഹോളിൻ്റെ ഡെപ്ത് എത്രയാണോ അത് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അത് നമുക്ക് ഹോളിലേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ എഡ്ജ് ഇവിടെ ടച്ച് ചെയ്ത് ഈ ഡെപ്ത് ഗേജ് കറക്റ്റ് ബോട്ടം സൈഡിൽ ടച്ച് ചെയ്യിച്ചതിന് ശേഷം ഇതിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് നമുക്ക് നേരത്തെ നമ്മൾ പരാമർശിച്ച പോലെയുള്ള അളവുകൾ എടുത്ത് മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്ര വെർനിയർ സ്കെയിൽ ഡിവിഷൻ, that is equal to the measurement of the object is equal to main scale division plus വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എന്ന കാൽക്കുലേഷനിലൂടെ നമുക്ക് സൂക്ഷ്മതയോടുകൂടി നമുക്ക്
ഈ വെർനിയർ സ്കെയിലിൻ്റെ സൂക്ഷ്മതയ്ക്ക് ആനുപാതികമായ അളവുകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത് വർക്ക്ഷോപ്പിൽ വളരെയധികം അത്യാവശ്യമുള്ള ഒരു ഉപകരണമാണ്. പലപ്പോഴും നമ്മൾ ഇത് കൂടാതെ നമുക്ക് കൃത്യമായ രീതിയിൽ വർക്ക് പൂർത്തിയാക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗവും ഇതിൻ്റെ പ്രിൻസിപ്പിളും നമ്മൾ കൃത്യമായിട്ട് അറിയണം. ഇതിൻ്റെ പ്രിൻസിപ്പിൾ പരിശോധിക്കുകയാണെങ്കിൽ ശരിക്ക് ഇത് കണ്ണിൻ്റെ വ്യൂ, നമ്മുടെ കണ്ണിൻ്റെ വ്യൂവിൻ്റെ പ്രിൻസിപ്പിളാണ് ഇവിടെ. കാരണം ഒരു ഗ്രാജുവേഷൻ നേർക്കുനേരെ വരികയാണെങ്കിൽ നമുക്ക് കൃത്യതയോടുകൂടി അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഒരു ഗ്രാജുവേഷൻ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അല്പം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് എത്രയാണ് എന്ന് കൃത്യതയോടുകൂടി നമ്മുടെ കാഴ്ചക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. നേർക്ക് നേരെ വരുന്നതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് അതിനെ അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. നമുക്ക് ഇപ്പോൾ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് മനസ്സിലാക്കി. ഓക്കെ.